എന്താ ചെയ്യുന്നത് നിങ്ങൾ? നല്ല നാടൻ മുട്ട, നാടൻ കോഴിയുടെ മുട്ട ഓംലേറ്റ് ഇടാൻ വേണ്ടി പോകണം. ഓക്കെ, നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മുട്ട ഈ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്? വെച്ചിട്ടുണ്ട്. എന്താണ് ഓംലേറ്റ് ഉണ്ടാക്കാനാണ് ഐഡിയ. പച്ചമുളക് നോക്കിക്കൊണ്ടിരിക്കുക. പച്ചമുളകും കൂടെ നമുക്ക് കിട്ടണം, എന്നാലേ അതിന് ടേസ്റ്റ് വരും. നമുക്ക് നോർമൽ പച്ചമുളക് കിട്ടിയിട്ടില്ല. തൽക്കാലം കാന്താരി മുളക് വരണം. അങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാധനം തന്നെയാണ്. അതാണ് തൽക്കാലം നമ്മൾ ഇടാൻ പോകുന്നത്. അത് എരിവ് കൂടുതലാണ്, നമുക്ക് വേണ്ട അളവിന് അത് ചേർത്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് നമ്മുടെ മാസ്റ്റർ ഇതാ എണ്ണയൊക്കെ തേച്ച് റെഡിയാക്കി. ആവശ്യത്തിന് ഉപ്പും ഒക്കെ ആവശ്യത്തിന് ബിപിയൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് കുറവാക്കുന്നത് ഏറ്റവും നല്ലതാണ് ശരീരത്തിന്. ആണോ? ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി കൂട്ടി കഴിച്ചാൽ ഉണ്ടാവും. ഓക്കെ. ഈ അരിഞ്ഞ ഉള്ളി നമ്മൾ ഇതിലേക്ക് മാറ്റാൻ പോകണം കേട്ടോ. ആവശ്യത്തിന് ചേർത്ത്. ഉള്ളി കൂടുതലായാലും നന്നായി ഉണ്ടാവില്ല. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. സാൾട്ട് വേണമല്ലോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയാൽ നമുക്കൊരു ഉപ്പിടണോ? ഉപ്പ് ശകലം ആയിക്കോട്ടെ. മതി, എല്ലാവർക്കും ബി പി കൊള്ളാൻ. മുളക് 3-4 ഇട്ടിട്ടുണ്ടോ? 2-3 പീസാക്കി. കലക്കിയാണോ ഓംപ്ലേറ്റ് ആണോ? ഇതിപ്പോൾ നമ്മൾ ഓംപ്ലേറ്റ് ഉദ്ദേശിക്കുന്നത്. ചിക്കൻ ചാറിൽ ശേഷം ഒഴിച്ചാൽ അതെന്താവും? അത് കലക്കിയോ? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? തമിഴ്നാട്ടിൽ ഫേമസ് ആണ്, കുളമ്പ് കലക്കി എന്നാ പറയാം. ഓക്കെ. ചെന്നൈയിൽ താമസിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഇതെന്തെങ്ങനെയായിരുന്നു? അങ്ങനെ ആക്കിയിട്ട് നമ്മൾ പരത്തണോ? പരത്തൻ ചപ്പാത്തി പരത്തണ വേണോ? ഏതാണ് ചപ്പാത്തി പരത്തനൊക്കെ പോലെ എന്തെങ്കിലും വേണോ? അല്ല. എന്താ കോരി സൈഡ് ഇടുന്നു? അല്ല, അതൊന്ന് ആ എണ്ണ ഭാഗത്തിന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് വലിയ ഓംപ്ലേറ്റ് പോലെ തോന്നും കഴിക്കുമ്പോൾ ഒരു വലിയ സാധനങ്ങൾ കഴിച്ച പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അതിനാണ് ഒരു പ്ലേറ്റ് എടുത്തോ കേട്ടോ. പിന്നെ തിരിച്ചിടുമ്പോഴാണ് ടാസ്ക്. അതുവരെ ഉണ്ടല്ലോ. അല്ലാണ്ട് അത് കട്ടാവുമോ? ദോശ പോലെ ആവുമോ? ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ കുത്തിപ്പിരിച്ചിലാവുമോ? ആരടുത്ത് ഞാൻ അത്